അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സൂറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയം സൂറത്താണ്. മറിയം സൂറത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ശ്രേഷ്ഠമായ സൂറത്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാൻ ഇന്ന് 73-ാമത്തെ ആയത്താണ് ഇപ്പം പറയാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം സ്പഷ്ടമായ നിലയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വസിച്ചവരോട് പറയുന്നതാണിത്. ഈ രണ്ട് വിഭാഗത്തിൽ കൂടുതൽ ഉത്തമമായ സ്ഥാനമുള്ളവരും ഏറ്റവും മെച്ചപ്പെട്ട സംഘമുള്ളവരും ആരാണ്? ആയത്ത് 74. സാധന സാമഗ്രികളും ബാഹ്യമോടിയിലും കൂടുതൽ മെച്ചപ്പെട്ടവരായ എത്രയോ തലമുറകളെയാണ് ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചിട്ടുള്ളത്. 75. നബിയെ പറയുക, വല്ലവനും ദുർമാർഗത്തിലായി കഴിഞ്ഞാൽ പരമകാരുണ്യകൻ അവന് അവധി നീട്ടിക്കൊടുക്കുന്നതാണ്. അങ്ങനെ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്ന കാര്യം, അതായത് ഒന്നെങ്കിൽ ശിക്ഷ അല്ലെങ്കിൽ അന്ത്യസമയം, അവർ കാണുമ്പോൾ അവർ അറിഞ്ഞുകൊള്ളും. കൂടുതൽ മോശമായ സ്ഥാനമുള്ളവരും കൂടുതൽ ദുർബലരായ സൈന്യവും ആരാണെന്ന്. ആയത്ത് 76. സന്മാർഗം സ്വീകരിച്ചവർക്ക് അള്ളാഹു സന്മാർഗനിഷ്ഠ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പരിണാമമുള്ളതും. 77 ആയത്ത്. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിക്കുകയും എനിക്ക് സമ്പത്തും സന്താനവും നൽകപ്പെടുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തവനെ നീ കണ്ടിട്ടുണ്ടോ? ആയത്ത് 78. അദൃശ്യകാര്യം അവൻ കണ്ടറിഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ പരമകാരുണ്യകന്റെ അടുത്ത് അവൻ വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇനി നമ്മൾ പറയാൻ പോകുന്ന സൂറത്ത് എന്ന് പറഞ്ഞാൽ റഅദ് സൂറത്താണ്. റഅദ് സൂറത്ത് എന്ന് പറയുമ്പോൾ ഞാൻ 26-ാമത്തെ ആയത്താണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന്റെ അർത്ഥം, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് ഉപജീവനം വിശാലമാക്കുകയും മറ്റു ചിലർക്ക് അത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. അവർ ഇഹലോക ജീവിതത്തിൽ സന്തോഷമടഞ്ഞിരിക്കുന്നു. പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോക ജീവിതം നിസ്സാരമായ ഒരു സുഖാനുഭവം മാത്രമാവുന്നു. ആയത്ത് 27. അവിശ്വസിച്ചവർ നബിയെ പറ്റി പറയുന്നു, ഇവന്റെ മേൽ എന്തുകൊണ്ടാണ് ഇവന്റെ രക്ഷിതാവിൽ നിന്ന് വല്ല ദൃഷ്ടാന്തവും ഇറക്കപ്പെടാത്തത്? നബിയെ പറയുക, തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു. പശ്ചാത്തപിച്ചു മടങ്ങിയവരെ തന്റെ മാർഗത്തിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നു. ആയത്ത് 28. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. ആയത്ത് 29. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണോ മംഗളം. മടങ്ങിച്ചെല്ലാനുള്ള നല്ല സങ്കേതവും അവർക്ക് തന്നെ. ആയത്ത് 30. അപ്രകാരം നിന്നെ നാം ഒരു സമുദായത്തിൽ ദൂതനായി നിയോഗിച്ചിരിക്കുന്നു. അതിനു മുമ്പ് പല സമുദായങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. നിനക്ക് നാം ദിവ്യ സന്ദേശമായി നൽകിയിട്ടുള്ളത് അവർക്ക് ഓതി കേൾപ്പിക്കുവാൻ വേണ്ടിയാണ് നിന്നെ നിയോഗിച്ചത്. അവരാകട്ടെ പരമകാരുണ്യകനായ ദൈവത്തിൽ അവിശ്വസിക്കുന്നു. പറയുക, അവനാണ് എന്റെ രക്ഷിതാവ്, അവനല്ലാതെ യാതൊരു ദൈവവും ഇല്ല. അവന്റെ മേലാണ് ഞാൻ ഭാരമേൽപ്പിച്ചിരിക്കുന്നത്, അവനിലേക്കാണ് എന്റെ മടക്കം. ആയത്ത് 31. പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം മൂലം പർവ്വതങ്ങൾ നടത്തപ്പെടുകയോ അല്ലെങ്കിൽ അത് കാരണമായി ഭൂമി തുണ്ടമായി മുറിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് മുഖേന മരിച്ചവരോട് സംസാരിക്കപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ പോലും അവർ വിശ്വസിക്കുമായിരുന്നില്ല. എന്നാൽ കാര്യം മുഴുവൻ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണത്രേ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ മുഴുവൻ അവൻ നേർമാർഗത്തിലാക്കുമായിരുന്നുവെന്ന് സത്യവിശ്വാസികൾ മനസ്സിലാക്കിയിട്ടില്ലേ?
സത്യനിഷേധികൾക്ക് തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഏതെങ്കിലും അത്യാപത്ത് ബാധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലത്തിനടുത്ത് തന്നെ അത് ശിക്ഷ വന്നിറങ്ങിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വാഗ്ദത്തം വന്നെത്തുന്നത് വരെ. അള്ളാഹു വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല തീർച്ച. ആമീൻ ആമീൻ. ഇനി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.